ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിലൊക്കെ 91 സങ്കീർത്തനം നമ്മൾ എല്ലാ ദിവസവും വായിക്കാറുണ്ട്. പല ആളുകൾക്കും കാണാതെ പഠിച്ചിട്ട് അത് ചൊല്ലാറുമുണ്ട്. 91 സങ്കീർത്തനത്തിന് അത്രയേറിയ മഹത്വമുണ്ട്, അത്രയേറിയ സംരക്ഷണവും കർത്താവ് വാഗ്ദാനം നൽകിയിട്ടുമുണ്ട്. അതായത് നമ്മൾ ഈ 91 സങ്കീർത്തനത്തിലെ വാഗ്ദാനങ്ങൾ എത്രമാത്രം നമ്മളിൽ മാംസം ധരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. 91 സങ്കീർത്തനത്തിൽ 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. നമ്മൾ എത്ര പേർ പറഞ്ഞിട്ടുണ്ട്? ഇതിനകത്ത് പറയും എന്നാണ് വചനം നമ്മൾ വായിക്കുന്നത്. നമ്മൾ അതേ ഓർഡറിലാണ് നമ്മൾ വായിച്ചു പോകുന്നത്. നമ്മൾ എത്ര പേർ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ എൻ്റെ കോട്ടയാണ്, നീ എൻ്റെ പരിചയമാണ്, നീ എൻ്റെ സംരക്ഷണമാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ഏക കർത്താവ് നീ മാത്രമാണ് എന്ന് നമ്മളിൽ എത്ര പേർ പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു വിശ്വാസത്തോടെയുള്ള ഏറ്റുപറച്ചിലിൽ ദൈവത്തെ ദൈവമായി നമ്മൾ അംഗീകരിക്കുന്ന, ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ ആഴത്തിൽ സ്വീകരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആഴത്തിൽ അത് ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് കൂടുതൽ ഫലമുണ്ട്. ധൂർത്തപുത്രന്റെ കഥ നമുക്കറിയാം. ധൂർത്തപുത്രന്റെ കഥയില് ധൂർത്തപുത്രൻ കാവിൽ നിന്ന് സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയിട്ട് അവിടെ സകലതും ദൂർത്തടിച്ച് കഴിയുന്നു. പന്നിക്കൂട്ടില് പന്നികൾക്ക് കിട്ടുന്നതെങ്കിലും കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ കഴിയുമ്പോൾ ഈ ധൂർത്തപുത്രൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് ഞാൻ എൻ്റെ പിതാവിനോട് പറയും, അങ്ങേക്കെതിരായി സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങനെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് അവിടുന്ന് ചിന്തിക്കുകയാണ്. ആ മകൻ അവിടെ കിടന്ന് ചിന്തിക്കുകയാണ്, ഞാനിങ്ങനെ പറയുമെന്ന്. എന്നാൽ ആ സമയത്ത് അത് പറഞ്ഞില്ല. ആ പറയുമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ദൈവം കാണുന്നുണ്ട്, ദൈവം മാപ്പ് കൊടുക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചു വന്ന് ആ ധൂർത്തപുത്രൻ തന്റെ പിതാവിനോട് തന്റെ തെറ്റുകൾ ഏറ്റു പറയുമ്പോഴാണ്, ആ തെറ്റ് ഏറ്റുപറയാൻ വരുമ്പോൾ തന്നെ തന്റെ പിതാവ് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, തന്റെ കൊഴുത്ത കാളയെ കൊല്ലുന്നു. ആ പിതാവിന്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ പന്നിക്കൂട്ടി കിടന്ന് ആ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം ഈ പിതാവിന്റെ സ്നേഹം അവൻ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് പിതാവിന്റെ അടുത്തേക്ക് വന്ന് അത് ഏറ്റു പറയുമ്പോഴാണ് ആ പിതാവിന്റെ സ്നേഹം കൂടുതലായിട്ട് അനുഭവിച്ചറിയാൻ ധൂർത്തപുത്രന് കഴിയുന്നത്. അതുപോലെ സങ്കീർത്തനം 91 നമ്മൾ വായിക്കുമ്പോൾ കർത്താവിനോട് എൻ്റെ സങ്കേതം എൻ്റെ കോട്ടയം എന്ന് പറയും. നമ്മൾ പറയണം, ഏറ്റുപറയണം. പറയുമ്പോൾ ആ വചനം നമ്മളിൽ മാംസമായിട്ട് ധരിക്കുന്നു. ലൂക്കാസ് സുവിശേഷത്തിൽ 10-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിലൂടെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ഇത് പാമ്പുകളുടെയും തേളുകളുടെയും ഒട്ടി നടക്കാൻ നിനക്ക് അധികാരം നൽകുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞയക്കുന്നുണ്ട്. എനിക്ക് അത് കിട്ടിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് അത് എന്നിൽ ഫലം ചൂടുന്നത്, എന്നിൽ മാംസം ധരിക്കുന്നത്. 23-ാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നമ്മളിൽ മാംസം ധരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഈ വചനങ്ങളെല്ലാം മാറണം. അങ്ങനെ മാറുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ ആ വചനത്തിന്റെ യോഗ്യത നമ്മളിൽ ലഭ്യമാകുന്നത്. ഇനി മുതൽ 91 സങ്കീർത്തനം വായിക്കുമ്പോൾ അത് അതേപോലെ വായിക്കാതെ അത് എൻ്റെ ഭാഗമായി എൻ്റെ ഉള്ളിൽ വസിക്കുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി അത് വായിക്കുമ്പോൾ അത് കൂടുതൽ ഫലം ചെയ്യും. അത്യുന്നതനായ ദൈവമേ, ഞാൻ അങ്ങയുടെ സംരക്ഷണത്തിൽ വസിക്കുന്നു, അങ്ങയുടെ തണലിലാണ് ഞാൻ കഴിയുന്നത്. അങ്ങാണ് എൻ്റെ കോട്ട, അങ്ങാണ് എൻ്റെ രക്ഷാദുർഗം, അങ്ങാണ് എൻ്റെ സങ്കേതം. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അവിടുന്ന് എന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. എന്നെ വേടന്റെ കെണിയിൽ നിന്നും രക്ഷിക്കും. വചനം പറയുന്നത് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും രക്ഷിക്കുമെന്ന്. അപ്പോൾ എന്നെ അത് വേടന്റെ കെണിയിൽ നിന്നും രക്ഷിക്കും. ഇത് ഞാൻ അങ്ങ് സ്വീകരിക്കണം. തന്റെ തൂവൽ കൊണ്ട് അവിടുന്ന് എന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത എനിക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചിക്ക് വരുന്ന വിനാശത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. എന്നോട് കർത്താവ് അരുളി ചെയ്യുകയാണ്: ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചിക്ക് വരുന്ന വിനാശത്തെയും ഒന്നും നീ പേടിക്കണ്ട എന്ന്. നീ പേടിക്കണ്ട എന്ന് പറയും കർത്താവെ, ഞാൻ ഭയപ്പെടുന്നില്ല, കാരണം അങ്ങാണ് എൻ്റെ രക്ഷാദുർഗം,
അങ്ങാണ് എൻ്റെ ശക്തി കേന്ദ്രം. എൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, എൻ്റെ വലതുവശത്ത് 10,000ങ്ങളും, എങ്കിലും എനിക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കാണും. ഞാൻ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ വാസമുറപ്പിച്ചു. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതനായ അങ്ങയിൽ ഞാൻ വാസമുറപ്പിക്കുന്നു. എനിക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. എൻ്റെ വഴികളിൽ എന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ എന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ ഞാൻ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും ഞാൻ ചവിട്ടി മതിക്കും. ഞാൻ കർത്താവിനോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ കർത്താവ് എന്നെ രക്ഷിക്കും. ഞാൻ കർത്താവിന്റെ നാമം അറിയുന്നത് കൊണ്ട് അവിടുന്ന് എന്നെ സംരക്ഷിക്കും. ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. എൻ്റെ കഷ്ടതയിൽ അവിടുന്ന് എന്നോട് ചേർന്ന് നിൽക്കും. അവിടുന്ന് എന്നെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി എന്നെ സംതൃപ്തനാക്കും. കർത്താവിന്റെ രക്ഷ എനിക്ക് അവിടുന്ന് കാണിച്ചു തരും. ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം എനിക്ക് എന്നിൽ സംഭവിക്കും എന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ ഏറ്റുപറയുമ്പോൾ ആ വചനം നമ്മളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. വചനം നമ്മൾ അതുപോലെ വായിച്ചു പോകാതെ ആ വചനം എന്നോട് പറയുന്നു, എന്നിൽ അത് ഫലം ചൂടണം. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ നൽകിയിരിക്കുന്നു എന്ന് സക്കേവൂസിനോട് ഈശോ പറയുമ്പോൾ സക്കേവൂസ് സ്വീകരിക്കുമ്പോഴാണ് ആ ഭവനത്തിന് രക്ഷ കൈവരുന്നത്. അതുപോലെ ഇന്ന് എൻ്റെ ഭവനത്തിന്, എൻ്റെ കൂടാരത്തിന് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. അങ്ങാണ് എൻ്റെ പരിച കോട്ട എന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ ആ വചനം എന്നിൽ ഉടലെടുക്കുകയും എന്നിൽ മാംസം ധരിക്കുകയും അത് 100 മേനി ഫലം എന്നിലൂടെ പുറപ്പെടുകയും ചെയ്യും. ഇനി ഓരോ വചനം വായിക്കുമ്പോഴും, പ്രത്യേകിച്ച് 91-ാം സങ്കീർത്തനം, നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കും, ഇത് സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വാസത്തോടുകൂടി ദൃഢതയോടുകൂടി ഏറ്റുപറയുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കൂടെ സംരക്ഷണമായിട്ട് എപ്പോഴും ഒരു കവചമായിട്ട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള വിശ്വാസം നമ്മളിൽ ഉറയ്ക്കുകയും അങ്ങനെ ആ വചനം നമ്മളിൽ ഫലം ചൂടുകയും ചെയ്യും. അതിനായി ഇതുപോലെ നമുക്ക് വചനം വായിച്ച് പഠിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.